ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതി കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചന്ദ്രയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അത് ചന്ദ്രയ്ക്ക് എത്തുന്നില്ല. അതേസമയം രേവതി കുറച്ച് ബിരിയാണി വാങ്ങിച്ചിട്ട് ചന്ദ്രയ്ക്ക് കൊടുക്കുക. അങ്ങനെ ചന്ദ്ര ആ ബിരിയാണിയൊക്കെ വലിയ സന്തോഷത്തോടു കൂടി കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് രേവതി ബിരിയാണി വാങ്ങിച്ച് തന്നല്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷെ വന്ന് കഴിയുമ്പം തൊട്ട് ചന്ദ്രയുടെ വയറ് ശരിയാവുന്നില്ല. ചന്ദ്രയ്ക്ക് വയറുവേദനയും ഭയങ്കര അസ്വസ്ഥതയും ഒക്കെ തോന്നുകയാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞാൻ ബിരിയാണി വാങ്ങി തന്നതല്ലേ കടയിൽ നിന്ന് ചോദിക്കുമ്പം, ആഹാ, അപ്പോൾ നീ കാണുന്ന കടയിൽ നിന്നൊക്കെ എനിക്ക് വാങ്ങി തന്നിട്ടാണല്ലേ? അപ്പോൾ നീ ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയ ഭക്ഷണം എവിടെ പോയി? എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയല്ലേടി നീ ഈ പണി ചെയ്തതെന്ന് ചോദിക്കുകയാണ് ചന്ദ്ര രേവതിയോട്. അപ്പോൾ സച്ചി പറയുന്നുണ്ടേ, ദേ രേവതിയെ മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അവൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാ. നിങ്ങൾക്ക് ഭക്ഷണം വിശപ്പിന് ബിരിയാണി വാങ്ങി തന്നില്ലേ? പിന്നെ രേവതിക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് അവിടെ ഒരു സംഘർഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രേവതിയും സച്ചിയും കൂടി ആദ്യം ദത്തെടുത്ത് വളർത്തുന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ആലോചിക്കുക. അപ്പോൾ ആദിയുടെ മുത്തശ്ശിയോട് ചോദിക്കുമ്പം മുത്തശ്ശി ഒരു മൗന സമ്മതമൊക്കെ പറയുകയാണ്. അങ്ങനെ ആദിയുടെ മുത്തശ്ശി, അതായത് നമ്മുടെ ശ്രുതിയുടെ അമ്മ വിമല, മനസ്സുകൊണ്ട് തന്നെ സമ്മതിക്കുക. ആരും ഇല്ലാത്ത കുട്ടിയല്ലേ, സച്ചിയും രേവതിയും ദത്തെടുക്കണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ സച്ചിയും രേവതിയും മനസ്സിൽ വിചാരിക്കുകയാണ്, ആ പ്രായമായ സ്ത്രീ, അവർക്കാണെങ്കിൽ അസുഖമാണ്, മറ്റാരും ആ കുഞ്ഞിനെ നോക്കാനില്ല, അതുകൊണ്ട് ഞങ്ങളങ്ങ് ദത്തെടുത്തേക്കാന്ന്. അപ്പോൾ ഈ വിവരം നമ്മുടെ ശ്രുതി അങ്ങ് അറിയുക. അപ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. ഒരു വിധത്തിലും സച്ചിക്കും രേവതിക്കും കൊടുക്കില്ല ആദിയെ. അത് തന്നെയല്ല, അത് ശരിയാവില്ല. സച്ചിൻ രേവതി ആദിയെ ഇങ്ങോട്ട് ദത്തെടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ പിന്നെ ഇങ്ങനെ ഇവിടെ നിൽക്കും. അതൊന്നും എനിക്ക് സമ്മതിച്ചു തരാനും പറ്റില്ലെന്നും പറഞ്ഞ് അമ്മയെ വിളിച്ചിട്ട് ചീത്ത പറയുന്നുണ്ട്. അമ്മയ്ക്ക് അങ്ങ് സമ്മതാണല്ലേ? എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പോലും വയ്യാത്തത് കൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്ത് കാര്യമായിരുന്നു നോക്കിക്കേ. അമ്മയ്ക്ക് പറ്റില്ല എൻ്റെ കുഞ്ഞിനെ നോക്കാൻ, അതുകൊണ്ടല്ലേ അവരോട് ദത്തെടുത്തോളാൻ പറഞ്ഞത്. അപ്പോൾ വിമല പറയേ, എൻ്റെ പൊന്ന് കല്യാണി, ഞാൻ അങ്ങനെയൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. ആദ്യം വിട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യവുമില്ല. പിന്നെ അവരങ്ങനെ ചോദിച്ചപ്പം എതിർത്ത് പറയാനും എനിക്ക് തോന്നിയില്ല എന്ന് പറയാം. അവരിവിടെ വന്ന് പൊങ്ങച്ചൻ പറയുന്നുണ്ട്, എന്തായാലും ആദ്യം എടുത്ത് വളർത്തുമെന്ന്. ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയാം. അപ്പോൾ വിമലയും പറയുന്നുണ്ട്, ശരിയാ, എനിക്കും അതിന് താല്പര്യമൊന്നുമില്ല. എന്നാൽ കല്യാണി, നീ അവൻ്റെ കാര്യങ്ങൾ നോക്ക്. ഇപ്പം തന്നെ കണ്ടില്ലേ എനിക്ക് തീരെ വയ്യാതായത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരാ ഉള്ളത്? നിനക്ക് അവിടെ പറഞ്ഞ് ഈ കുഞ്ഞിനെ നോക്കാമല്ലേ? നീ അവൻ്റെ പെറ്റ തള്ളയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ശ്രുതി പറയും, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇപ്പം എനിക്ക് അതിന് പറ്റുന്ന സാഹചര്യം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാനത് ചെയ്തോളാം എന്ന് പറയാം. അപ്പോൾ ഉടനെ വിമല പറയുന്നുണ്ട്, എന്നാ ഇനി നിനക്ക് സാഹചര്യം ഉണ്ടാകുന്നത്? നീ എന്താ ഇങ്ങനെയൊക്കെ കല്യാണി? ആദിമോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, അല്ലാതെ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതിയും പറയാം, ശരിയാ, ഞാൻ ആദിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. മറ്റാരെയും ബുദ്ധിമുട്ടിക്കാനൊന്നും ഇല്ല, പക്ഷെ ആർക്കും ദത്ത് കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാം. അതേസമയം സച്ചി വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ രവീന്ദ്രനോട് പറയാം. അച്ഛാ, ദേ ആ ആദിമോനുണ്ടല്ലോ, അവൻ്റെ മുത്തശ്ശിക്ക് തീരെ വയ്യാതിരിക്കുകയായിരുന്നു. അവർ വയ്യാതെ ആശുപത്രിയിൽ കിടക്കുക. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. ആ കുഞ്ഞിനെ ഞാനും രേവതിയും കൂടി ദത്തെടുത്താലോ എന്ന് ആലോചിക്കുക എന്ന് പറയാം. അപ്പോൾ രവീന്ദ്രൻ പറയാം, നീ ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണോ സച്ചി ഈ പറയുന്നതെന്ന് ചോദിക്കുക. അതെ, ഞങ്ങൾക്കിനി ഒരു കുഞ്ഞുണ്ടായാലും ഞങ്ങളുടെ മൂത്ത കുട്ടിയായിട്ട് ഞങ്ങൾ ആദ്യമേ നോക്കുമെന്ന് പറയാം. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ആരുമില്ലാത്ത ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മോനായിട്ട് നോക്കാമെന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്, നല്ല മനസ്സാണ് നിങ്ങളുടെ. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചന്ദ്ര ഇതിനൊക്കെ സമ്മതിക്കുമെന്ന്? ആ കുഞ്ഞിനെ ഇങ്ങോട്ട് ദത്ത് കൊണ്ടുവരാൻ ചന്ദ്ര സമ്മതിക്കുമെന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ സച്ചി പറയുന്നുണ്ട്, അമ്മ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവളെ ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുക തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രുതി നിന്ന് കേൾക്കുക. അപ്പോൾ ശ്രുതിക്ക് ആകപ്പാടെ അങ്കലാപ്പാകുമോ, ദൈവമേ ഇവരിത് ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താവുമായിരിക്കും അവസ്ഥ എന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതിക്ക് ആകെപ്പാടെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രയോട് നമ്മുടെ രവി പറയുക, ചന്ദ്രേ, അതെ, നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, എന്ത് കാര്യമാണ്? അവർ തീരുമാനിക്കുന്നതെല്ലാം ആകെപ്പാടെ കുഴപ്പമുള്ള കാര്യങ്ങളല്ലേ, എന്താ ഇപ്പോൾ പ്രത്യേകിച്ച് തീരുമാനിച്ചിരിക്കുന്നത്? അപ്പോൾ ചന്ദ്രയോട് രവി പറയുക, അതെ, നീ എതിർക്കാനൊന്നും പോകണ്ട. സച്ചിയും രേവതിയും കൂടെ ആ കുഞ്ഞിനെ, ആ ആദിയില്ലേ, അവനെ ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാ, നിങ്ങൾ എന്താ പറയുന്നത്? ആരുമില്ലാത്ത ആ അനാഥ ചെറുക്കനെ ദത്തെടുക്കാനോ? അവൻ്റെ മുത്തശ്ശിയുണ്ട്, പിന്നെ എന്തിനാ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അപ്പോൾ
രവി പറയാണ് അതിൻ്റെ മുത്തശ്ശിക്ക് തീരെ വയ്യ, അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ സച്ചിൻ രേവതിയും ദത്തെടുക്കാനാ. നല്ല കാര്യമല്ലേ അവർ ചെയ്യുന്നത്, ആരും ഇല്ലാത്തൊരു കുട്ടിയല്ലേ എന്ന് പറയാം. അപ്പം ചന്ദ്ര അങ്ങ് ദേഷ്യപ്പെടുക. പിന്നെ ആരും ഇല്ലാത്തവനെയൊക്കെ ദത്തെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇരിക്കുകയല്ലേ? ആരാ ഇരിക്കുന്നത്? അനാഥ ചെറുക്കനെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കാനോ? ഇതൊന്നും ഇവിടെ നടക്കില്ല. ഈ ചന്ദ്ര സമ്മതിക്കില്ല. ഇത് എൻ്റെ വീടാ. പിന്നെ ദേ അവരെങ്ങാനും ദത്തെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന മൂന്നിനെയും കൂടെ തൂക്കെടുത്ത് ഞാൻ വെളിയിലിടും. ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. അവരുടെ ആ ആഗ്രഹം അവരുടെ മനസ്സിൽ തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് ചന്ദ്ര പറയുന്നുമുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ശ്രുതിക്ക് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുക. ശ്രുതി ചെന്ന് മീരയെ കാണുന്നുണ്ടേ. മീരയെ കണ്ടിട്ട് മീരയോട് പറയാം, മീരെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താന്ന് ചോദിക്കുക മീര. അതെ, ആദ്യയെ ദത്തെടുക്കാൻ വേണ്ടി സച്ചിയും രേവതിയും തീരുമാനിച്ചിരിക്കുക. അവർ പോയി അമ്മയെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. വീട്ടിലും വന്ന് 2 പേരും സംസാരിച്ചിട്ടുണ്ട് ആദ്യം ഇങ്ങോട്ട് ദത്തെടുത്ത് കൊണ്ടുവരാൻ. അപ്പം മീര പറയുന്നുണ്ടേ, അത് കൊള്ളാലോ, നല്ല കാര്യമായല്ലോ എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയും, എന്ത് നല്ല കാര്യം? എൻ്റെ മോനെ അവർ ദത്തെടുക്കുന്നത് എനിക്കിഷ്ടമില്ല. അത് തന്നെയല്ല, എൻ്റെ മോനെ എൻ്റെ കൺമുന്നിൽ അവർ കൊണ്ടുവന്ന് ലാളിച്ച് ദത്തെടുത്ത് ഇവിടെ വളർത്തുന്നത് ഞാൻ കാണണോ? അതിന് ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും സച്ചിൻ രേവതി എൻ്റെ കുഞ്ഞിനെ ദത്തെടുക്കാനും വളർത്താനും ഒന്നും പോകുന്നത് എനിക്കിഷ്ടമില്ല. അല്ലെങ്കിലും ആർക്കും ദത്ത് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അവനെ എന്ന് പറയാം. അപ്പോൾ ഉടനെ മീര ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ. അതെ, ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താന്ന് വെച്ചാൽ നീ ശ്രുതിയോട് പറ, സച്ചിൻ രേവതിയെ ആദ്യം ദത്തെടുക്കാൻ പോവാണെന്നും അതിനു മുമ്പ് നമുക്ക് അവനെ ദത്തെടുക്കാമെന്നും. നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടൊരു കുട്ടിയില്ലല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു കാര്യം പറഞ്ഞ് ആദ്യം അങ്ങ് ദത്തെടുക്ക്. എന്നിട്ട് നിന്റെ സ്വന്തം മോനായിട്ട് അങ്ങ് വളർത്തവിടെ. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, എന്താ പറയുന്ന മീരെ നീ? ഇത് വല്ലതും നടക്കാൻ പോകുന്നുണ്ടോ? ഞാൻ തന്നെ എൻ്റെ കുഞ്ഞിനെ ദത്തെടുത്ത് എൻ്റെ കുഞ്ഞായിട്ട് ആരും അറിയാതെ ഇവിടെ കൊണ്ട് വളർത്താനോ? അതൊന്നും നടക്കില്ല. അതുകൊണ്ടൊന്നും എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. എന്തെങ്കിലും ഈ കള്ളത്തരങ്ങളെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ആകെ മൊത്തം പ്രശ്നമാവില്ലേ? പിന്നെ എന്താ ഞാൻ എല്ലാവരോടും പറഞ്ഞു നിൽക്കുക? സുഹൃത്തിയോട് എന്താ ഞാൻ പറയാന്നൊക്കെ പറയാം. അപ്പോൾ ഉടനെ മീര പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. എന്തായാലും ആദിമോൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണം. നിൻ്റെ അമ്മയ്ക്കാണെങ്കിലും തീരെ വയ്യാതായില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശരിയാ, ഞാൻ അവൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. എന്നാൽ നീ നിൻ്റെ അമ്മയെ വിളിച്ച് അസുഖം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുക. ഞാൻ വരട്ടെ എന്നും പറഞ്ഞ് മീര അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അതിനുശേഷം ശ്രുതി അമ്മയെ വിളിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ രേവതി മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. രേവതി മാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ചന്ദ്ര ഒരുങ്ങിയൊക്കെ വരികയാണ് കേട്ടോ, ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. അപ്പോൾ വന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇവിടെ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണോ? എനിക്ക് ഭക്ഷണം വേണമെന്ന് പറയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഉടനെ രേവതി പറയാ, അതിനെന്താ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാമല്ലോ, ഞാനല്ലേ ഉണ്ടാക്കുന്നത്, ഇതൊന്ന് കെട്ടിക്കഴിഞ്ഞോട്ടെ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാ, നീ മാല കെട്ടിയിട്ടൊക്കെ ഇനി എപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനാ? നീ ഭക്ഷണം ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യോ? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ ഭാമയുടെ വീട്ടിലേക്ക് എനിക്ക് അപ്പോൾ പോകുമ്പോൾ ഭക്ഷണം കഴിക്കണം. അവിടെ കൊണ്ടുപോയി നേരത്തെ ഭക്ഷണം വെച്ച് ചൂടാക്കി കഴിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ചൂടോടെ ഭക്ഷണം കിട്ടണം. അതാ ഞാൻ പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ അമ്മയ്ക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കി തരാമല്ലോ എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, വേണ്ട, ഇപ്പോൾ ഉണ്ടാക്കാനൊന്നും നീ നിൽക്കണ്ട. നീ ഇനി മാല കെട്ടിയിട്ട് എപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനാന്നാ പറയുന്നത്? അതുകൊണ്ടേ ഞാൻ പോവുക, എനിക്ക് പോകാൻ സമയമായി, കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നീ ഭക്ഷണം ഉണ്ടാക്കി ഉച്ചയ്ക്ക് അങ്ങോട്ട് കൊണ്ടു തന്നാൽ മതി എന്ന് പറയണം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശരി, അങ്ങനെ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഉടനെ രവി പറയുന്നുണ്ട്, എന്തിനാ ചന്ദ്ര അങ്ങനെ ചെയ്യുന്നത്? കാരണം ഇനിയിപ്പം രേവതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നിനക്ക് ഭാമയുടെ വീട് വരെ കൊണ്ടു തരണ്ടേ എന്ന് ചോദിക്കുക. അതിനെന്താ ഇവക്ക് കൊണ്ടു തന്നാൽ? ഇവളീ വണ്ടി എടുത്തിട്ട് മാല വയ്ക്കാൻ എവിടെയെല്ലാം പോകുന്നുണ്ട്. അതുപോലെ എനിക്കൊരു ഭക്ഷണം കൊണ്ട് വയ്ക്കുക, അവിടെ തരുന്നതിന് ഒരു കുഴപ്പമില്ല. ചൂടാറി തണുത്ത ഭക്ഷണം വേണോ ഞാൻ കഴിക്കാനെന്ന് ചോദിക്കാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം കൊണ്ട് തരാമെന്ന് പറയണം. അങ്ങനെ തന്നെ വേണം. എനിക്ക് അല്ലാതെ എൻ്റെ വയറിനൊന്നും ഒരു സുഖമില്ല. തണുത്ത ഭക്ഷണമൊക്കെ കഴിച്ചാൽ വയറിനൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശരി എന്നൊക്കെ പറയണേ. അങ്ങനെ ഇതൊക്കെ ആയി കഴിയുമ്പം ചന്ദ്ര അങ്ങ് ചെല്ലുകയാണ് ഭാമയുടെ അടുത്തേക്ക്. ചന്ദ്ര ഭാമയുടെ അടുത്ത് ചെല്ലുമ്പം ചന്ദ്രയുടെ സ്റ്റുഡൻസ് 2 പേര് പ്രണയിക്കുന്നവരുണ്ട് കേട്ടോ. അവരവിടെ ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും എടുക്കുകയും അവിടുന്ന് കറങ്ങാൻ പോവുകയും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ചന്ദ്രയും ഭാമയും തമ്മിലിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. രേവതി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഭാമയോട് പറയാണ് ചന്ദ്ര. രേവതി പറയുകയാണേ, ആദിയില്ലേ, ആ കൊച്ച്,
അവനെ ദത്തെടുക്കാമെന്ന്. അപ്പോൾ ഭാമ പറയാ, ആഹാ അത് നല്ല കാര്യമാണല്ലോ, രേവതിക്ക് സച്ചിക്കും ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നുമില്ല, അപ്പോൾ പിന്നെ ആദ്യം എടുത്ത് വളർത്തുന്നത് നല്ല കാര്യമല്ലേ, അവനും ആരും ഇല്ലാത്തതല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ഭാമ പറയാ, എന്നോട് ചന്ദ്ര പറയാ, എന്ത് നല്ല കാര്യമാണെന്നാ ഈ പറയുന്നത്, രേവതിക്ക് സച്ചിക്കും എന്തെങ്കിലും ഒരു കുഞ്ഞുണ്ടാവില്ലേ, അല്ലെങ്കിൽ കണ്ട അനാഥ പിള്ളേരെ ഒന്നും എൻ്റെ വീട്ടിൽ കൊണ്ട് ദത്ത് വളർത്താനൊന്നും എനിക്ക് ഇഷ്ടമില്ല, ഞാനത് പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു, അല്ലെങ്കിലും എൻ്റെ വീട്ടിൽ അതൊന്നും നടക്കില്ല എന്ന് പറയാം. അപ്പോൾ മാമ പറയുന്നുണ്ട്, എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറയാം. അങ്ങനെയാണ് രേവതി വീട്ടിൽ ഭയങ്കരമായിട്ട് കുക്കിങ്ങിനായിട്ട് കയറിയിരിക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ചന്ദ്രയ്ക്ക് കൊണ്ട് കൊടുക്കണമല്ലോ, അതിന് ചന്ദ്രയ്ക്ക് വായിക്ക് രുചിച്ച് കൊണ്ടുപോവുകയും ചെയ്യണം. അതിനായിട്ട് രേവതി മീൻ വറക്കുന്നു, അതുപോലെ ചിക്കൻ കറി വെക്കുന്നു, മറ്റുള്ള കറികളെല്ലാം വയ്ക്കുക, സാമ്പാർ, അവിയൽ, അങ്ങനെ എന്തൊക്കെയോ കുറേ കറികളൊക്കെ വയ്ക്കുന്നുണ്ട്. അതെല്ലാം വച്ചു പെറുക്കി ആകെപ്പാടെ ബുദ്ധിമുട്ടി വരും. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാ രേവതി ഇനി ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്, അമ്മയ്ക്ക് എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ പോരായിരുന്നോ, ഇനി ഇതും കൂടെ നീ അവിടെ ചെല്ലണം, അതൊക്കെ അമ്മയുടെ ഒരു വാശിയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ രേവതി പറയാം, സാരില്ലെന്നേ, ചൂടോടെ ഭക്ഷണം കഴിക്കട്ടെ, ഞാൻ ഏതായാലും വണ്ടി എടുത്ത് മാലയൊക്കെ കൊടുക്കാൻ പോകുന്നതല്ലേ, ആ കൂടെ ഇതും കൂടെ കൊടുത്തോളാം എന്ന് പറയണം. സച്ചി പറയുന്നുണ്ട്, എല്ലാം നിൻ്റെ ഇഷ്ടമാവട്ടെ, നിന്നെ കൊണ്ട് മാത്രമേ അമ്മയ്ക്ക് ഇതൊക്കെ സാധിക്കുകയുള്ളൂ, അല്ലാതെ മറ്റു മരുമക്കളെ കൊണ്ടൊന്നും സാധിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ രേവതി എല്ലാ ഫുഡും ഉണ്ടാക്കി അതെല്ലാം പാത്രത്തിലെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. രവിയോട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഈ ഭക്ഷണം കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാമെന്ന് പറയാം. അപ്പോൾ രവി പറയാം, ശരി മോളെ നീ പോയിക്കോളാൻ പറയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ പൊതിഞ്ഞു കിട്ടി രേവതി വണ്ടിയിൽ പോവാം. അങ്ങനെ വണ്ടിയിൽ ചെന്ന് ടൗണിലൊക്കെ എത്തുമ്പോഴേക്കും അവിടെയാണെങ്കിൽ ഒരു സ്ഥലത്ത് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുക. അപ്പോൾ എന്താണെന്ന് ചോദിച്ച് രേവതി അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ പ്രായമായ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ആ പ്രായമായ അവർ ഈ ചെരുപ്പ് തയ്ക്കുന്ന ആളുകളാണ് കേട്ടോ. ചെരുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് വന്നവരാ. ചെരുപ്പ് തയ്ക്കാൻ ഇരിക്കുന്ന അവർക്ക് ഒന്നും കിട്ടുന്നില്ല, ഒരു ജോലി കിട്ടാതെ, പണമൊന്നും അവരുടെ കയ്യിലില്ലാതെ അങ്ങനെ ഇരിക്കുക. അതേസമയം നല്ല വെയിലും ചൂടും ഒക്കെയാണ്, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെയാണ് ആ സ്ത്രീക്ക്, ആ അമ്മൂമ്മയ്ക്ക് തല കറങ്ങി വീഴുകയാണ്. ഒരിത്തിരി പ്രായം ചെന്നാ. അപ്പോൾ പെട്ടെന്ന് തല കറങ്ങി വീഴുമ്പോഴേക്കും ആളുകളെല്ലാം കൂടി വന്ന് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രേവതിയും ചെന്നിട്ട് ചോദിക്കുക, എന്താ പറ്റിയേ മുത്തശ്ശിക്ക്, എന്താ പറ്റിയെന്ന് ചോദിക്കുക. അപ്പം അപ്പൂപ്പൻ പറയാണ് കേട്ടോ, അതെ അവൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഞങ്ങൾ 2 ദിവസമായി ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട്, കാരണം 2-3 ദിവസമായിട്ട് ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല, ആരും ഒരു ചെരുപ്പ് തയ്ക്കാൻ പോലും കൊണ്ട് തരുന്നില്ല, ഇപ്പം എല്ലാവരും ഒരു ചെരുപ്പ് പൊട്ടുമ്പോഴേ പുതിയ ചെരുപ്പുകളൊക്കെ വാങ്ങുമല്ലേ, ആരും പഴയ ചെരുപ്പൊന്നും തയ്ച്ചെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പണമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ 3-4 ദിവസമായി ജോലി ഇല്ലാതായിട്ട്, 2 ദിവസമായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഇന്നെങ്കിലും ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഭക്ഷണം വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചതാ, ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് അതേ ഇവിടെ തല കറങ്ങി വീണതെന്ന് പറയാം. അപ്പോൾ രേവതിക്ക് ആപ്പാടെ വിഷമാവുകയാണേ. രേവതി പെട്ടെന്ന് അവരെ പിടിച്ച് എണീപ്പിക്കുകയും മുഖത്ത് വെള്ളം തളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ബോധം വീഴുക. അന്നേരം രേവതി പറയാ, അങ്ങ് പാത്രത്തിൽ ചന്ദ്രയ്ക്കായിട്ട് എടുത്തിരിക്കുകയല്ലേ. അപ്പോൾ രേവതി വേറെ ഒന്നും വിചാരിക്കാതെ ആ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് അവർക്ക് 2 പേർക്കും കൊടുക്കുക. അതിനുശേഷം ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പുവാണ്, പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കുക. അപ്പോൾ ആ പ്രായമായ സ്ത്രീ പറയുന്നുണ്ട്, വേണ്ട മോളെ, ഈ ഭക്ഷണമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ എന്തെങ്കിലും പണം തന്നാൽ മതി, അപ്പം ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചോളാം എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇപ്പം നിങ്ങൾ 2 പേരും വിശന്നിരിക്കുകയല്ലേ, ഈ ഭക്ഷണം കഴിച്ചോളാൻ പറയുക. അപ്പം പുള്ളി പറയുകയാണേ, ഇത്രയൊന്നും ഭക്ഷണം വേണ്ട മോളെ, അത് കുറച്ച് തന്നാൽ മതി, ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ചോളാം, മോള് മറ്റാർക്കോ കൊണ്ടുപോകുന്നതല്ലേ ഈ ഭക്ഷണം, അതിവിടെ തന്നിട്ട് പോയാൽ അവർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ രേവതി പറയാം, അതൊന്നും സാരില്ല, ഈ ഭക്ഷണം നിങ്ങൾ 2 പേരും വയറ് നിറച്ച് കഴിക്കുക എന്ന് പറഞ്ഞ് രേവതി ചന്ദ്രയ്ക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം എല്ലാം ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൊടുക്കുകയാണ്. അവരിങ്ങനെ ആ ഭക്ഷണം ആർത്തിയോടുകൂടി ഇങ്ങനെ കഴിക്കുന്നതിന് രേവതി നോക്കിയിരിക്കുക. എന്നിട്ട് രേവതി വെള്ളവും എല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇനിയിപ്പം ഇന്നത്തേക്ക് ഭക്ഷണം ആയല്ലോ, ഇനി പണം കൂടി കൈവച്ചോളാൻ പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇന്ന് ഈ വെയിലത്ത് ഇവിടെ ഇരിക്കണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, മുത്തശ്ശിക്ക് തീരെ വയ്യാത്തതല്ലേ, പോയിക്കോളാനും പറയാം. അങ്ങനെ ചന്ദ്രയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോയ ഭക്ഷണം മുഴുവൻ ആ പാവപ്പെട്ട ആ വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും രേവതി കൊടുക്കുകയാണ്. അതിനുശേഷം രേവതി ഓർക്കുന്നത്, ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്താ കൊണ്ട് കൊടുക്കുക, ഒന്നും കൊടുത്തില്ലെങ്കിൽ അമ്മ അവിടെ കിടന്ന് ബഹളം വയ്ക്കും, എന്തെങ്കിലും ആകട്ടെ, ഈ ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി വാങ്ങിച്ച് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക. അവിടെ ചെന്നിട്ട് രേവതി ബിരിയാണി വാങ്ങിക്കുകയാണ്. ബിരിയാണി വാങ്ങിച്ച് പൊതിഞ്ഞ് ഒക്കെ കൊണ്ടുപോകുക ചന്ദ്രയ്ക്ക് ഭാമയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുക.
ചെല്ലുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എടി എന്താ ഭക്ഷണം കൊണ്ടുവന്നോ എന്ന് ചോദിക്കുക. അപ്പം രേവതി പറയുന്നുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ എടുത്തു തരാമെന്ന് പറയാം. അപ്പം നല്ല ബിരിയാണിയുടെ മണം വരികയാണ് ഭക്ഷണപ്പൊതി തുറക്കുമ്പോഴേക്കും. അപ്പം ഉടനെ ബാമ്മ ചോദിക്കുക, ആഹാ ഇന്ന് ബിരിയാണിയാണോ? നല്ല മണം വരുന്നുണ്ടല്ലോ രേവതി, ഇന്ന് നീ ബിരിയാണിയാണോ ചന്ദ്രയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നേ, കൊള്ളാലോ എന്ന് പറയാണ്. അപ്പോൾ രേവതിയോട് ചോദിക്കുക, ആഹാ ഇന്ന് നീ വീട്ടിൽ ബിരിയാണി വെച്ചോ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി, അമ്മ ഇത് കഴിക്കുക, അതെന്താ നീ ചോറും കറിയും വെക്കാഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പം രേവതി അതൊന്നും പറയുന്നില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ ചന്ദ്ര പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് വെച്ച് പറയുന്നില്ല. അങ്ങനെ ആ ബിരിയാണി ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്ര കഴിക്കുന്നത്. ചന്ദ്രയ്ക്കും അങ്ങ് ഇഷ്ടപ്പെടുക. എന്നാലും തികച്ച് രേവതി ഉണ്ടാക്കിയത് കാരണം അത് പറയാനൊന്നും തോന്നുന്നുമില്ല. അങ്ങനെ ചന്ദ്ര ആ ബിരിയാണി നല്ല ആർത്തിയോടുകൂടി കഴിക്കുക. ആ രേവതിയാണെങ്കിൽ തിരിച്ച് പോരുവാണ് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട്. അങ്ങനെ ഇരിക്കുമ്പം ചന്ദ്ര തിരിച്ച് കുറച്ച് കഴിയുമ്പം തൊട്ട് ചന്ദ്രയ്ക്ക് വയറിന് എന്തോ പ്രശ്നമാവുകയാണ്. അങ്ങനെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴും ചന്ദ്രയ്ക്ക് ഭയങ്കര വയറുവേദനയും ഏത് നേരവും ടോയ്ലറ്റിൽ പോകും, ഛർദിയും എല്ലാം വരികയാണ്. അങ്ങനെ ഒക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഉടനെ രവി ചോദിക്കുക, എന്താ ചന്ദ്ര നിനക്ക്, നീ ഇപ്പോൾ വയറിന് സുഖമില്ലാന്ന് തോന്നല്ലോ എന്ന് പറയാം. അപ്പം ചന്ദ്ര പറയാം, അതെ എൻ്റെ വയറിനൊന്നും സുഖമില്ല, എൻ്റെ വയറിന് എന്തോ ഒരു പ്രശ്നം പോലെ. ഇവളിന്ന് കൊണ്ടുതന്ന ഭക്ഷണം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. ബിരിയാണി ഇവള് കൊണ്ടുതന്നത് ഞാൻ ചോദിച്ചപ്പം കടയിൽ നിന്ന് വാങ്ങിയതാന്നാ പറഞ്ഞത്, വീട്ടിലുണ്ടാക്കിയതല്ല. ഇന്ന് ഇവള് കടയിൽ നിന്ന് എനിക്ക് ബിരിയാണി വാങ്ങിത്തന്നു, അത് കഴിച്ചപ്പോൾ തൊട്ടാ എനിക്ക് പ്രശ്നം ഉണ്ടായെന്ന് പറയാം. അപ്പോൾ ഉടനെ രവി ചോദിക്കുക, അതെന്താ രേവതി, നീ ബിരിയാണിയാണോ വാങ്ങിക്കൊണ്ട് കൊടുത്തത് ചന്ദ്രയ്ക്ക്? അതെന്താ ഇവക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തതെന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയും, ഇവിടെ ഏതോ ഒരു പൊട്ടക്കടയിൽ നിന്ന് ബിരിയാണി വാങ്ങി എനിക്ക് തന്ന് എൻ്റെ വയറ് മുഴുവൻ പ്രശ്നമാക്കി എന്ന് പറയാം. അപ്പോൾ ഉടനെ രവി ചോദിക്കുന്നുണ്ട്, അതെന്താ, ഞാൻ കണ്ടതാണല്ലോ രേവതി ഇടുന്നത് ചോറും കറിയും ഒക്കെ പൊതിച്ചെടുത്ത് ഇറങ്ങുന്നത്, എന്നിട്ട് ബിരിയാണിയാണോ ചന്ദ്രയ്ക്ക് കൊണ്ട് കൊടുത്തതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ രേവതി പറയാം, അതച്ചാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പോയ വഴി ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കണ്ടു. അവർ ചെരുപ്പ് തയ്ക്കുന്നവരായിരുന്നു. അവരിങ്ങനെ വിശന്ന് ആകപ്പാടെ ബുദ്ധിമുട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ അമ്മൂമ്മയാണെങ്കിൽ അവിടെ തളർന്ന് വീഴുകയും ചെയ്തു. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല സച്ചിയേട്ടാ, ആ ഭക്ഷണമൊക്കെ എടുത്ത് അവർക്ക് കൊടുത്തു, അവർ വിശന്നിരിക്കുകയല്ലേ അച്ഛാ, അതാ സംഭവിച്ചതെന്ന് പറയുക രവിയോടും സച്ചിയോടുമായിട്ടെ. അപ്പോൾ ഉടനെ രവി പറയുക, അത് നന്നായി മോളെ, വിശന്ന് വലഞ്ഞിരുന്നവർക്കല്ലേ നീ ഭക്ഷണം കൊടുത്തത്, അത് നല്ല കാര്യമായി എന്ന് പറയാം. അതാ ഞാൻ അമ്മയ്ക്ക് പിന്നെ കടയിൽ നിന്ന് ബിരിയാണി വാങ്ങി കൊടുത്തതെന്ന് പറയാണ് രേവതി. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, അത് നല്ല കാര്യമാണ് രേവതി നീ ചെയ്തത്, അവർ തളർന്ന് ക്ഷീണിച്ചിരുന്നവരല്ലേ, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് പുണ്യം കിട്ടും, നീ അല്ലേലും അങ്ങനെയൊക്കെയല്ലേ ചെയ്യുള്ളൂ എന്ന് ചോദിക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരിക. ചന്ദ്ര ജോലിക്കുക, ചന്ദ്ര എന്താടി നീ ചെയ്തത്, നീ മനഃപൂർവ്വം ചെയ്തതാണല്ലേ, നീ എൻ്റെ വീട്ടിൽ വെച്ചുണ്ടാക്കിയ ഭക്ഷണമെല്ലാം കൂടി എടുത്ത് കണ്ട അനാഥർക്കും തെണ്ടികൾക്കും ഒക്കെ കൊടുക്കുകയാണല്ലേ, വഴിയിലിരിക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൊടുത്തു പോലും. എൻ്റെ വീട്ടിൽ വെച്ചുണ്ടാക്കിയ ഭക്ഷണം അതെനിക്ക് കൊണ്ടുവന്നത് കണ്ട തെണ്ടികൾക്ക് കൊടുത്തിട്ട് എനിക്ക് ഏതോ ഒരു പൊട്ട കടയിൽ നിന്ന് ബിരിയാണി വാങ്ങി തന്നു. നീ മനഃപൂർവ്വം ചെയ്തതല്ലേടി ഇത്, നിനക്ക് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നീ എവിടുന്നോ മനഃപൂർവ്വം പഴയ ബിരിയാണി വാങ്ങി തന്നിരിക്കുന്നു. എന്നിട്ട് അവൾ നിൽക്കുന്ന കണ്ടില്ലേ, ഇതൊന്നും ഇവിടെ നടക്കില്ല, നിനക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെങ്കിലേ നീ മേടിച്ചു കൊടുത്തോണം, എനിക്കായിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണം ഒരുത്തർക്കും കൊടുക്കാൻ എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രേവതിയുടെ നേരെ തുള്ളി ചാടുകയാണ്. നീ മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്നൊക്കെ പറയാം. അപ്പോൾ ഉടനെ രവി പറയുന്നുണ്ട്, എന്താ ചന്ദ്രൻ നീ ഇങ്ങനെ കടന്ന് ബഹളം വയ്ക്കുന്നത്, അവൾ ചെയ്തതൊരു നല്ല കാര്യമല്ലേ, അങ്ങനെ വയ്യാതിരിക്കുന്ന അവരെ കണ്ട എങ്ങനെ ഭക്ഷണം കൊടുക്കാതിരിക്കാൻ തോന്നും, അതിൻ്റെ പുണ്യം രേവതിക്ക് സച്ചിക്കും ഒക്കെ കിട്ടുമെന്ന് പറയാം. പുണ്യം കിട്ടുമെങ്കിൽ മേടിക്കട്ടെ, ഇപ്പം കണ്ടില്ലേ രവിയേട്ടാ, എനിക്ക് പഴകിയ ഭക്ഷണം വാങ്ങി തന്ന് എൻ്റെ വയറ് കേടാക്കിയത്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയല്ലോ, എനിക്ക് തീരെ വയ്യ ഈ നാശം പിടിച്ചവൾ കാരണം എന്ന് പറയാം. അപ്പോൾ ഉടനെ സച്ചി പറയാം, ദേ അമ്മേ, ആവശ്യമില്ലാതെ രേവതിയെ ഒന്നും പറയാനൊന്നും നിൽക്കണ്ട, അവൾ ചെയ്തത് അത്ര കോലക്കുറ്റമൊന്നും അല്ലല്ലോ, അവൾ ഇവിടെ കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കിയ ഭക്ഷണം അമ്മയ്ക്കായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നതാ, വന്ന വഴി ഇങ്ങനെ ഒരു ദുരിതം കണ്ടപ്പം അവർക്ക് കൊടുത്തു, അത് നല്ല കാര്യം തന്നെയാണ് അവൾ ചെയ്തത്, അതിന് അവളെ ചീത്ത പറയാനും ഭരിക്കാനും ഒന്നും അമ്മയായിട്ടില്ല, മാത്രമല്ല എന്തായാലും അത് കൊണ്ടുവന്ന് അമ്മയ്ക്ക് തരുന്നതിൽ പുണ്യം കിട്ടും, ആ വഴി കണ്ട ആ പാവങ്ങൾക്ക് കൊടുത്തതിന് അതിനുള്ള ഗുണം രേവതിക്ക് കിട്ടും, അമ്മയ്ക്ക് കൊണ്ട് തന്നിരുന്നെങ്കിലുണ്ടല്ലോ, ഹോ അവൾ അനുഭവിച്ചേനെ, അത്രയ്ക്ക് ദുഷ്ടയല്ലേ നിങ്ങൾ, എന്നിട്ടും അവളെ വീണ്ടും കുറ്റം പറയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ രേവതി തന്നെ വേണം, വെച്ചുണ്ടാക്കി അടുത്ത് കൊണ്ട് തന്ന് കഴിച്ച പാത്രം കഴുകാനും രേവതി വേണം, എന്നിട്ടും അവളെ വീണ്ടും കിടന്ന് കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് നാണയില്ലേ എന്നൊക്കെ ചോദിച്ച് നല്ല ചീത്ത പറയാ രേവതി സച്ചി നമ്മുടെ ചന്ദ്രയെ.
ചന്ദ്ര അന്നേരം തുള്ളിച്ചാടി പിന്നെയും വയറുവേദന എടുക്കുന്നേന്നും പറഞ്ഞ് പോവാണ് കേട്ടോ. അങ്ങനെ രേവതി ആ ഭക്ഷണം ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യാണ്. അതേസമയം ചന്ദ്രയ്ക്ക് ഒരു 8ൻ്റെ പണി ബിരിയാണിയിൽ നിന്ന് കിട്ടുകയും ചെയ്യാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്